ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? നിങ്ങൾ ദേഷ്യപ്പെടും പോയിട്ട് വന്നു കഴിഞ്ഞാൽ? ചിലപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടും, എന്താ അടുത്തൊക്കെ വരണ്ടെന്ന്, എന്തിനാ വിട്ട് പോയത് എന്നൊക്കെ പറയാൻ പോയിട്ട്. അങ്ങനെ പറയരുത്. ആ നേരത്തെ നിങ്ങൾ സ്നേഹം കൊടുക്കുക. ഞാൻ സന്തോഷിക്കണമെങ്കിൽ ആ വ്യക്തി വരണം. എന്റെ ജീവിതത്തിലേക്ക് ആ വ്യക്തി വന്നാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയി മാറും, അല്ലെങ്കിൽ ഈ വ്യക്തി വന്നാൽ ഞാൻ ഹാപ്പി ആവും, ഇത്രയും പണം വന്നാൽ ഞാൻ ഹാപ്പി ആയി മാറും. ഒരു ഒരു വ്യക്തി, ആ വ്യക്തിയെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് വരുന്നത്? നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ലവറോ ഹസ്ബൻഡോ വൈഫോ ആരും ആയിക്കോട്ടെ, ആ വ്യക്തിയെ പറ്റി നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആണ് വരുന്നത്? നിങ്ങൾക്ക് ചിലപ്പോ ദേഷ്യമായിരിക്കാം, വാശിയായിരിക്കാം, അസൂയ, അങ്ങനത്തെ ഈ പറഞ്ഞ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളിലേക്ക് ആ വ്യക്തി വരുമ്പോ വരുന്നല്ല, ആ വ്യക്തി വരൂല്ല. വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ വ്യക്തി നിലനിൽക്കുകയില്ല. കൊടുക്കുന്ന ചിന്ത നെഗറ്റീവാണ്. ഹായ് ടു ഓൾ, നമസ്കാരം. എല്ലാവർക്കും JP യൂണിവേഴ്സിറ്റിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ജയപ്രകാശ്. അപ്പോ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഈ ഒരു ക്ലാസിന്റെ തുടക്കം നമ്മുടെ ഫോൺ എടുക്കുക, ടൈപ്പ് ചെയ്യുക, കൈക്കൊരു എക്സസൈസ്, എക്സ്ക്യൂസ് അല്ല എക്സസൈസ്, എക്സ്ക്യൂസ് പറഞ്ഞിരിക്കുന്നത്, എക്സസൈസ് ചെയ്യുക. ഐ എം റെഡി, ഐ എം ഹാപ്പി, ഐ എം ജോയ്, ഐ എം ഹെൽത്തി, ഐ എം വെൽത്തി. ഇതാണ് അഫർമേഷൻ. ടൈപ്പ് ചെയ്തോ. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ കൈക്കും ഒരു വ്യായാമം. പിന്നെ പറയുന്നു, ഞാൻ ഹാപ്പിയാണ്, ഞാൻ റെഡിയാണ്, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ വെൽത്തിയാണ്. ഇതിനെ പറയിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു ആക്റ്റീവ് ആവാനും പിന്നെ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറാം. ഓക്കെ. ബിലീഫ് എന്താണ്? വിശ്വാസം. ഈ വിശ്വാസം എന്ന് പറഞ്ഞ സംഭവം ഞാൻ മനസ്സിലാക്കിയതുള്ള ഏറ്റവും മഹത്തായ ഒരു വാക്കാണ്, ഏറ്റവും പവർഫുൾ വാക്ക് വിശ്വാസമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും അറിയാം എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. നമുക്ക് അനുസൃതമായി വർക്ക് ചെയ്യിപ്പിക്കുന്നു, അതും അറിയുകയില്ല. ഈ പ്രപഞ്ചം ഉണ്ടായ സമയത്ത് അന്ന് മുതലുള്ള സംഭവമാണ് ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് ഗ്രാവിറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഗുരുത്വാകർഷണ ബലം. ഇപ്പോ ഞാനൊരു ഒരാളെ, ഒരു പണക്കാരനോ പാവപ്പെട്ടനോ ആരായിക്കോട്ടെ, പണക്കാരനോ പാവപ്പെട്ടവനോ വലിയവനോ ചെറിയവനോ തടിയ കൂടിയവനോ കുറഞ്ഞവനോ ഒരാളെടുത്തിട്ട് ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടു താഴേക്ക്, നമുക്കറിയാം ആള് വീഴുന്നത് താഴോട്ടടിക്കും, ഉറപ്പല്ലേ? അപ്പോ അതൊരു വിശ്വാസം ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് നമുക്ക്? കാരണം ആ സംഭവം നമ്മൾ കണ്ടിട്ട് നമുക്കറിയാം. ഇപ്പൊ ഞാനൊരു ഈ ഒരു സംഭവം ഇതൊരു കാര്യം താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ താഴേക്ക് തന്നെ വീടും നമുക്കറിയാം, അത് നമുക്ക് വിശ്വസിക്കാനുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ കുറെ ലൈറ്റുകൾ ഉണ്ട്, ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്, വീട്ടിൽ ലൈറ്റ് ഉണ്ട്, ഫാൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഫാൻ കറങ്ങുമ്പോൾ നമുക്ക് അറിയുന്നില്ല അവിടെ എന്താ വർക്ക് ചെയ്യുന്നറിയില്ല. ഫാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ഇത് വർക്ക് ചെയ്യണം എന്താ നമുക്ക് അറിയുന്നില്ല. കുറച്ച് വയറ പോകുന്നുണ്ട്, കറണ്ട് പോകുന്നുണ്ട്. ഈ കറണ്ട് പോകുന്നുള്ളത് നമുക്ക് കണ്ടിട്ട് കാണുന്നില്ല, കറണ്ട് പോകുന്നത്. പക്ഷെ നമ്മളിത് അറിയാം, നമുക്ക് കറണ്ട് പോകുന്നത് കൊണ്ടാണ് ഫാൻ കറങ്ങുന്നത്. അതുപോലെയാണ് ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ. നമുക്കറിയില്ല, നമുക്കത് എടുത്തു നോക്കാൻ പറ്റുന്നില്ല. മറിച്ച് നമ്മൾ അതില് ചിലപ്പോൾ നമ്മുടെ അനുഭവം കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവം കൊണ്ടും ആയിരിക്കാം നമുക്കത് അറിയാതിരിക്കാം, അല്ലെ? അപ്പൊ നിങ്ങൾ പോലും എന്താ, എനിക്ക് അനുഭവപ്പെട്ടെങ്കിൽ മാത്രമാണ് വിശ്വസിക്കുള്ളൂ എന്നുള്ള ചിന്ത പലരുള്ളത് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾക്ക് ഈ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സ് ഉണ്ടായ സമയത്ത് മുതലേ ഉള്ളതാണ് ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ. ഈ ഒരു ഒറ്റ കാര്യം പറഞ്ഞിരുന്നു, ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാം വരുന്നത്, എന്തും ആയിക്കോട്ടെ, എന്തും വരുന്നത് ഈ ഒരു നിയമം വെച്ച് വരുന്നത്. എന്തും ആയിക്കോട്ടെ, അത് വ്യക്തികളാവാം, സാഹചര്യമാകാം, സംഭവങ്ങളാവാം, എല്ലാം വരുന്നത് ഒരൊറ്റ നിയമമേ ഉള്ളൂ, അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അത് എവിടെ പോയാലും നമുക്കിത് വർക്കിംഗ് ആണ് സംഭവം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നാലും, ഇവിടെ ഈ ഒരു കേരളത്തിലായാലും ഇന്ത്യക്ക് പുറത്തായാലും എവിടെ പോയാലും ഈ സംഭവം നമുക്ക് സെയിം തന്നെയാണ്. അതിപ്പോ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന നിങ്ങളുടെ 5 സുഹൃത്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം, അവരുടെ വരുമാനം, അവരുടെ കഴിവ് എല്ലാം നിങ്ങളുടെ സെയിം ആയിരിക്കും, അല്ലെ? കാരണം എന്താണ്? സെയിം വൈബ്രേഷൻ, സെയിം ആൾക്കാർ. അപ്പോൾ സെയിം വൈബ്രേഷൻ വ്യത്യസ്തമായിരിക്കും. നമുക്ക് എന്റെ വൈബ്രേഷൻ സൈക്കിൾ നിങ്ങളുടെ ഉണ്ടാവാം, എന്റെ ഫ്രണ്ട്സ് സൈക്കിൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, എന്റെ വൈബ്രേഷനുള്ള ഫ്രണ്ട്സ് ആയിരിക്കും എന്റെ കൂടെ ഉണ്ടാവാം, നിങ്ങളുടെ വൈബ്രേഷനുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് സൈക്കിൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വരുന്നതും ഈ ഒരു അട്രാക്ഷൻ മുഖേനയാണ്. അപ്പോ ഞാൻ പറഞ്ഞത് ബിലീഫ്, വിശ്വാസം. ഈ പറഞ്ഞ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തും വരും, എല്ലാം നടക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു. ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു, പൈസ കൊടുത്തു. ശേഷം ഈ സംഭവം എന്റെ ആയി, ഇല്ലേ? എന്റെ മാത്രമായി ഈ സംഭവം. അപ്പോ ഞാൻ അത് വിശ്വസിച്ചു, ഇത് എന്റെ ആണ്, ഇതെനിക്ക് കിട്ടി, ഇനി അത് നേരെ സ്വീകരിച്ചാൽ മാത്രം മതി.
ഇതുപോലെയാണ് ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് 10 അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ഒരു ഇത്ര വലിയ ആളായി മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ആളായി തീർന്നു, എനിക്ക് ലഭിച്ചു അത് ജോലി. നിങ്ങൾക്കുള്ളത് ഈ ഒരു യൂണിവേഴ്സിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തോട്ട്സ് അതുമായിട്ട് കണക്ട് ആയി മാത്രം മതി, വേറൊന്നും വേണ്ട. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഈ പറഞ്ഞ സംഭവം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്ന പോലെയാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തോട്ട്സ് മാറ്റുക. ആ തോട്ട്സിലേക്ക് കൊടുക്കുന്ന എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ആ കാര്യത്തിലേക്ക് നിങ്ങൾ തോട്ട്സ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആ സംഭവം ലഭിച്ചു, അങ്ങനെ കാണാം. ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. അപ്പൊ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇനി ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷന്റെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യമുള്ളത്: ആസ്ക്, ബിലീവ്, റിസീവ്. ആസ്ക്, ചോദിക്കുക. നമുക്കൊരു കാര്യം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കണം. നമ്മള് ഫ്ലിപ്കാർട്ട് തപ്പിക്കൊണ്ടിരിക്കണം. നമുക്ക് എന്തെങ്കിലും വേണ്ട, അതിൽ നിന്ന് ഒരു ഷൂവോ അല്ലെങ്കിൽ ഒരു പാന്റോ ഷർട്ടോ എന്ത് എടുക്കണമെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നോക്കാം. അപ്പൊ നിങ്ങളുടെ വില നോക്കും, വില ഉണ്ടാവും അതിന്റെ, അത് എന്ന് വരുന്ന അറിയണം, ഒക്കെ ഉണ്ടാവില്ലേ, എല്ലാം സെറ്റപ്പ് ആണ് അതില്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് എന്ന് നമുക്ക് ലഭിക്കും, ആ ലക്ഷ്യം എന്ന് നമുക്ക് കിട്ടുന്നുള്ളത് കറക്റ്റ് നോക്കി എഴുതി വെക്കാം. ഒരു പേപ്പർ എടുക്കാം, ഈ ലക്ഷ്യം എനിക്ക് അടുത്ത മാസം ഇന്ന തീയതി എഴുതാം, അതിലേക്ക് ലഭിക്കും എന്നുള്ളത് എഴുതി വെക്കാം. എന്നിട്ട് ഈ ലക്ഷ്യം എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അത് സ്വീകരിക്കാം. ഈ സ്വീകരണമാണ് പലർക്കും തെറ്റിപ്പോണത്. സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉണ്ടാവുന്നത്, നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല. ഇതെനിക്ക് വരുമോ, കിട്ടുമോ, അല്ലെങ്കിൽ ഇതെനിക്ക് എന്നെ വിട്ട് പോവുമോ, ആ ചിന്ത നമുക്ക് വരും. അപ്പൊ ഇത് മാറ്റാനുള്ള ഐഡിയാസ് പറയുന്നതാണ് പോസിറ്റീവ് അഫർമേഷൻ പറയുക. അപ്പോ എന്താണ് വേണ്ടത് പോസിറ്റീവ് അഫർമേഷൻ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താണ് ഉള്ളത്, എനിക്കിപ്പോ എന്റെ കയ്യിൽ എനിക്ക് കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, എല്ലാ അവയവങ്ങളും ഉണ്ട്, എനിക്ക് വീടുണ്ട്, കാറുണ്ട്, പിന്നെ മാതാപിതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ സംഭവം ഇല്ലേ, ഇത് നിങ്ങൾ പറയാ നിരന്തരം. ഉള്ളതിൽ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന സംഭവമൊക്കെ ഇല്ലേ, നിങ്ങളുടെ ആ നെഗറ്റീവ് തോട്ട്സ് അത് അപ്പൊ തന്നെ ഇല്ലാണ്ടായി പോകും. ഈ സംഭവം ഉണ്ടെങ്കിൽ, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവം നിങ്ങൾ വരാനായിട്ട് വൈകും. അപ്പൊ അത് മാറണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങൾ ആ സംഭവം ആ ഒരു റിസീവ് ചെയ്യേണ്ട കാര്യം, നമ്മൾ സ്വീകരിക്കേണ്ട സമയത്ത് ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല, അവിടെ പോസിറ്റീവ് ആയിരിക്കാം. ഓക്കെ, ഇനി ഞാൻ ഇന്ന് ഒരു കാര്യം നിങ്ങൾ പറഞ്ഞുതരാം. പലർക്കുമുള്ള ഒരു കാര്യം, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുക, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് പലർക്കുള്ള ഇത്. അതിനെപ്പറ്റി ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ തോട്ട്സ് പോണത് എന്താണോ, തോട്ട്സ് എങ്ങോട്ട് പോണത്, എന്താ തോട്ട്സ്, ആ തോട്ട്സ് ആയി നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് തിരിച്ചു എന്ന് വെച്ചാൽ തിരിച്ചു വരണം. ഇപ്പോ നിങ്ങളുടെ ഒരു പേഴ്സൺ, ഒരു വ്യക്തി, ആ വ്യക്തിയെ പറ്റി ഓർക്കുമ്പോ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് വരുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ലവറോ ഹസ്ബൻഡോ വൈഫോ ആരും ആയിക്കോട്ടെ, ആ വ്യക്തിയെ പറ്റി നിങ്ങൾ ഓർക്കുമ്പോ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആണ് വരുന്നത്? നിങ്ങൾക്ക് ചിലപ്പോ ദേഷ്യമായിരിക്കാം, വാശിയായിരിക്കാം, അസൂയ, അങ്ങനത്തെ ഈ പറഞ്ഞ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളിലേക്ക് ആ വ്യക്തി വരുമ്പോ വരുന്നല്ല, ആ വ്യക്തി വരൂല്ല, വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ വ്യക്തി നിലനിൽക്കുകയില്ല. കൊടുക്കുന്ന ചിന്ത നെഗറ്റീവാണ്. അങ്ങനെ ആവുമ്പോ ആ വ്യക്തി നമ്മളിലേക്ക് വരില്ല, ബ്ലോക്ക് വരും നമുക്ക്. അപ്പൊ പലരും പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ആ വ്യക്തിയെ വേണം, എനിക്ക് ആ വ്യക്തിയെ ലൈഫിലേക്ക് കൊണ്ടുവരണം, ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ ആ വ്യക്തി മാറി വരണം പറയും. അപ്പോ ഞാൻ എന്റെ പേഴ്സണെ ആകർഷിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ദേഷ്യം വാശിയൊക്കെ വെച്ചിരിക്കുന്ന കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആ വ്യക്തി വരില്ല, അത് ബ്ലോക്കാണ്. മറിച്ച് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് മാറ്റാൻ നേരെ ഓപ്പോസിറ്റ് ആക്കാം. ഇപ്പോ അത് മാറ്റിയിട്ട് ഞാൻ ആ വ്യക്തിയെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു, ആ വ്യക്തിയോട് നന്നായിട്ട് പെരുമാറുന്നു, ആ വ്യക്തിയെ അത്രമാത്രം നന്നായിട്ട് ഇങ്ങനെ കെയർ ചെയ്യുകയാണ്, ഇങ്ങനെ പറയുക. അല്ലാതെ ആ വ്യക്തിയെ പറ്റി ഓർക്കുമ്പോൾ ആ വ്യക്തിനെ വിട്ടിട്ട് പോവും, ആ വ്യക്തി ഭയങ്കര ചതിയാണ്, പറ്റിക്കലാണ്, ദേഷ്യമാണ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും അവരകന്ന് പോകത്തേ ഉള്ളൂ. ഓക്കെ, ഇനി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്ന് ഒരിക്കലും നിങ്ങൾ വാശി പിടിക്കരുത്, അതല്ല മാനിഫെസ്റ്റേഷൻ. ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ വെച്ചാൽ നിങ്ങളെ മാറ്റാൻ, നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി വരികയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ബ്ലോക്കുകൾ കാരണമാണ് ആ വ്യക്തി വരാത്തത്. പലർക്കും ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പലർക്കും നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ അതെന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് ആ വ്യക്തി വരുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആണോ, നിങ്ങൾ നെഗറ്റിവിറ്റി ആണ്, നിങ്ങൾ മോശമാണെന്നല്ല പറയുന്നത്, നിങ്ങളുടെ ചെറിയ തോട്ട്സ് കാരണമാണ് അവർ വരാത്തത്. അതെന്തായാലും അവരായാലും പണമായാൽ പോലും ഈ ചിന്ത മാറ്റണം നമ്മള്.
പലപ്പോഴും ഈ ചിന്ത വരാൻ കാരണം നമ്മളുടെ പാസ്റ്റിലെ കുറച്ച് ട്രോമാസ്, പേരൻസ് ട്രോമ, ഫ്രണ്ട്സ് ട്രോമ, സിബ്ലിങ്സ്, കസിൻസ്, നമ്മളുടെ ചുറ്റുപാട്, ഈ ട്രോമകൾ കാരണമായിരിക്കാം നമുക്ക് ഈ സംഭവം നമ്മളിലേക്ക് വരാത്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വേണമെങ്കിൽ പാസ്റ്റിലേക്ക് പോയിട്ട് നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം. അപ്പൊ ഈ ഒരു ഏരിയയില് നമുക്ക് അവിടെയുള്ള ആ നെഗറ്റീവ് ചിന്താഗതി കാരണമാണ് നമ്മളിലേക്ക് ഒരു വ്യക്തി വന്നാൽ പോലും നമുക്ക് അവർക്ക് നമ്മുടെ അടുത്ത് നിൽക്കാൻ പറ്റരുത്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ആകർഷിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ വന്നിരിക്കുന്ന ആൾക്കാരെ അട്രാക്ട് ചെയ്യാനല്ലോ വന്നിട്ടുള്ളത്, അത് കളയാനല്ലല്ലോ. അപ്പൊ നിങ്ങൾ വരുമ്പോ എനിക്ക് ആ വ്യക്തി വേണമെന്ന് ആഗ്രഹമുണ്ട്, ആ വ്യക്തി ആയാലും പണമായാലും പണം വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പണത്തെ ആലോചിക്കുമ്പോൾ ഭയമാണ് വരുന്നത്. പണം എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയമാണ്, പണം വന്നാൽ എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? നിങ്ങൾ ദേഷ്യപ്പെടും. പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടും, എന്താ അടുത്തൊക്കെ വരേണ്ടത്, എന്താണ് വിട്ട് പോയത് എന്നൊക്കെ പറയാൻ പോയിട്ട്. അങ്ങനെ പറയരുത്. ആ നേരത്തെ നിങ്ങൾ സ്നേഹം കൊടുക്കുക, സ്നേഹിക്കുക. അത് പണമായാലും നിങ്ങളുടെ എന്തുമായാലും ആ വ്യക്തികളായാലും പോലും. ഞാൻ പലപ്പോഴും പല റിലേഷൻഷിപ്പുകളിൽ വന്നിട്ടും അവര് ഇങ്ങനെ ഈ പറഞ്ഞ വ്യക്തി വരും, പക്ഷെ ഇവരെന്ത് ചെയ്യും, പിന്നീട് പഴയ രീതിയിലേക്ക് മാറും. അപ്പൊ എന്ത് ചെയ്യും, അവരെ വീണ്ടും റിലേഷൻ ബ്രേക്ക് ആയി മാറും. അങ്ങനെയല്ല, ആ വ്യക്തി ചിലപ്പോ വരാൻ കാരണം നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറിയ കാരണമാണ്. വീണ്ടും മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞാൽ അവർ പോകത്തേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയി പോയി, പിന്നെയും വന്നു, പിന്നെയും ബ്രേക്കപ്പ് ആയി, പിന്നെയും വന്നു, പിന്നെയും ബ്രേക്കപ്പ് ആയി. ഈ തെറ്റ് ആരുടെയാണെന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ പഴിക്കും, ഈ തെറ്റ് അവരുടെ എന്ന് പറയും. പക്ഷെ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കൂല. അവര് പോവാൻ കാരണമല്ലേ, അത് നമ്മൾ കാരണം അവർ പോയിട്ടുള്ളത്, അല്ലാതെ അവര് കാരണമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കാം. ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു, പിന്നെയും പോയി, പിന്നെ നിങ്ങൾ വരും, പിന്നെയും പോയി കഴിഞ്ഞാൽ അത് അവര് കാരണമല്ല, നിങ്ങൾ കാരണം പോയിട്ടുള്ളത്. പലരും ഇത് അംഗീകരിച്ച് തരില്ല. അപ്പോ നിങ്ങളെ തോട്ട്സിന് നിങ്ങൾ മാറ്റാനുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം. ആ തോട്ട്സ് മാറിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഈ വ്യക്തികളൊക്കെ നിങ്ങളിലേക്ക് വരും. വ്യക്തിയായാലും ഇത് എന്തുവരുടെ വ്യക്തി, നിങ്ങൾക്ക് വ്യക്തിയാണോ, നിങ്ങൾ ജോലിയാണോ, കരിയറാണോ, ബിസിനസ് ആണോ, പണമാണോ, എന്തുമായാലും ഈ സംഭവം നിങ്ങൾക്ക് നടക്കും. ആദ്യം ഒരു പെർഫെക്റ്റ് പേഴ്സണെ നിങ്ങൾ മനസ്സിൽ കാണുക. നിങ്ങൾ പോയ വ്യക്തി ആയാലും നിങ്ങൾക്ക് ഇനി ആരെ വേണ്ടത്, ഹസ്ബൻഡ് വൈഫോ ആരെ വേണ്ടത്, ആ വ്യക്തിയെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇന്ന ആളാണ്, എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. അടുത്ത പോയിന്റ്, നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടത് ഫൊർഗീവ് ചെയ്യാം. ഫൊർഗീവ്, ക്ഷമ ചോദിക്കുക. മടിയായിരിക്കും ക്ഷമ ചോദിക്കാനായിട്ട്. അവരില്ല അവിടെ, അവർ പോയേക്കല്ല അവര്. നമ്മൾ ക്ഷമ ചോദിക്കുക. ആരോട് ക്ഷമ ചോദിക്കണം? നമ്മളോട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിൽ ആ വ്യക്തിയോട് കൊടുക്കുന്ന പോലെ, ആ വ്യക്തി കാണണ്ട. നിങ്ങൾ പേപ്പർ എടുക്കുക. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആ തെറ്റ് പറഞ്ഞിട്ട് ആ തെറ്റ് എന്റെ ഭാഗത്താണ്, അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് ആ കാര്യം മനസ്സിൽ കണ്ടിട്ട് പറയുക, ഞാൻ വിട്ടുകളയുകയാണ്, ക്ഷമ ചോദിക്കുകയാണെന്ന് പറയാം. ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ഫുള്ള് ക്ലാരിറ്റി ആകും. ഓക്കെ, റിലേഷൻഷിപ്പുള്ള ആൾക്കാർക്ക് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ, പണത്തെ പറ്റിയാണ് ഇത് സംഭവമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ആ പണത്തിന് ഞാൻ പണത്തെ ഇങ്ങനെ കണ്ടുപോയി, പണത്തെ ഞാൻ റെസ്പെക്ട് കണ്ടുപോയി, എന്നോട് ക്ഷമ ചോദിക്കൂ, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയാം. പണമാണങ്ങനെ ഇങ്ങനെ ഒരു പേപ്പർ എഴുതി വെക്കാം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഫോർഗീവ്നെസ്. അടുത്തത് നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. ഇതേ സെയിം പ്രോസസ്സ് നേരെ വിപരീതമായിട്ട്. നീ എന്റെ ജീവിതത്തിൽ വന്നു, ആ വ്യക്തി വന്ന പോലെ കാണാം. അതാരായിക്കോട്ടെ, ആ വ്യക്തി വന്ന പോലെ കണ്ടിട്ട് നന്ദി പറയാൻ ശ്രമിക്കാം. ഇങ്ങനെ നന്ദി പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതൊക്കെ ഇല്ലേ, നമ്മളുടെ ഈ പറഞ്ഞ പോസിറ്റിവിറ്റി നമുക്ക് ആ നേരത്തെ നമ്മൾ ചിന്തിക്കൂലേ. അപ്പൊ അവരെപ്പറ്റി ആലോചിക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഇത് വരും, തോട്ട്സ് വരും. എന്താ പറയാ, ഒരു ഇപ്പൊ ദേഷ്യം, വാശി, ഇതൊക്കെ വരും നമുക്ക്. അതൊക്കെ നമ്മൾക്ക് മാറും. ഇത് മാറുമ്പോ ഈ വ്യക്തി നമ്മളിലേക്ക് വരും. അതാണ് ടെലപ്പതി. നമ്മളുടെ ആ ഒരു ഇതില്ലേ, ആ ഒരു പ്രോസസ്സ്, അത് അവർക്ക് കറക്റ്റ് കിട്ടി. ആ കിട്ടിക്കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. അങ്ങനെ കോൾ വരും, അല്ലെങ്കിൽ മെസ്സേജ് വരും, അങ്ങനെ നേരിട്ട് വരും. ഇതാണ് ഈ പറഞ്ഞ ഒറ്റ 2 കാഴ്ച മാത്രം മതി, വേറൊന്നും വേണ്ട. ഇനി നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് സ്വഭാവം മാറ്റരുത്. അതാണ് പലർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റായ കാര്യം. നമുക്ക് മാറ്റാൻ തോന്നും,
പക്ഷെ അപ്പോഴും നിങ്ങൾ ഈ ഒരു പ്രോസസ് തുടരുക. ചിലർക്ക് പെട്ടെന്ന് വരും, ചിലർക്ക് വൈകി വരും. ഈ പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു പഴയ വ്യക്തിയിലേക്ക് വേഗം പോകും. അപ്പൊ നിങ്ങൾ എന്ത് വീണ്ടും ആ വ്യക്തികളിലേക്ക് തിരിച്ചു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മാറ്റം ഒരിക്കലും നിങ്ങൾ ആ മാറ്റം സ്വീകരിക്കുക, നിങ്ങളുടെ മാറ്റം സ്വീകരിക്കുക. അപ്പോഴേ നിങ്ങൾ ഒരു സൂപ്പർ ആയിട്ടുണ്ടാവും, ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആയിട്ടുണ്ടാവും ആ സമയത്തൊക്കെ ആവുമ്പോഴേക്കും. അങ്ങനെ ആവാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ വന്നു കഴിഞ്ഞിട്ട് അവരിങ്ങനെ വന്നു, അവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ അപ്പോഴേയും പരാതി പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവര് പോവും, പിന്നെ വീണ്ടും നിങ്ങൾ സങ്കടത്തിലേക്ക് പോവും. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു മെത്തേഡ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവാം. ഈ ഇനി അടുത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കുള്ള തെറ്റായ കാര്യമാണ്, ഞാൻ സന്തോഷിക്കണമെങ്കിൽ ആ വ്യക്തി വരണം, എന്റെ ജീവിതത്തിലേക്ക് ആ വ്യക്തി വന്നാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയി മാറും, അല്ലെങ്കിൽ ഈ വ്യക്തി വന്നാൽ ഞാൻ ഹാപ്പി ആവും, ഇത്രയും പണം വന്നാൽ ഞാൻ ഹാപ്പി ആയി മാറും. അല്ലെ? അങ്ങനെയാണ് പലർക്കും ഉണ്ടാവാത്ത സംഭവം. പണം വന്നാൽ ഹാപ്പി ആവും, ആ വ്യക്തി വന്നാൽ ഹാപ്പി ആയി മാറും. ഇത് ഒരിക്കലും വേണ്ട. അതിപ്പോഴേ നിർത്തിക്കോ. അത് നിങ്ങൾ ഒരു വിൽക്കണം, നിങ്ങൾ ആർക്കോ വിൽക്കുന്ന പോലെയാണ് സംഭവം. അതൊന്നും വേണ്ട. ആരും ഒന്നും ഹാപ്പി ആവുന്നല്ല വേണ്ടത്. ഓൾറെഡി ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ആ വ്യക്തി നിങ്ങളുടെ കൂടെയുണ്ട്, ആ പണം നിങ്ങളുടെ കൂടെ ഉണ്ട് കാണാൻ ശ്രമിക്കാം. അങ്ങനെ ജീവിക്കുക. നിങ്ങൾ എംപ്റ്റി ആയി പോകരുത്, നിങ്ങൾ ഒന്നും ഒരു അവസ്ഥയിൽ പോകരുത്. ഇനി ആ വ്യക്തി വന്നു, ആ വ്യക്തി വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, എല്ലാം ഹാപ്പിയായി, പിന്നെയും നിങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചിട്ട് ആ വ്യക്തി പോകുമ്പോൾ വീണ്ടും സങ്കടമായി മാറും, വീണ്ടും വരും, വീണ്ടും പോകുമ്പോൾ സങ്കടമായി പോകും. അങ്ങനെ ആവരുത്. നമുക്ക് വേണ്ടത് നമുക്ക് പൂർണ്ണമായി സന്തോഷം വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ വ്യക്തി വന്ന സന്തോഷമല്ല വേണ്ടത്, ഓൾറെഡി ഞാൻ ഹാപ്പി ഉള്ള വ്യക്തിയാണ്, സന്തോഷവതിയാണ്, സന്തോഷവാനെന്ന് പറയാം. ഓക്കെ, അത് നിങ്ങൾ കാണണം കറക്റ്റ് ആയിട്ട്. ഈ ഒരു കാര്യം നിങ്ങൾ തെറ്റായിട്ട് പോകരുത്. പലരും ചെയ്യാൻ തെറ്റായി. കാരണം നമ്മൾ ഒരാളുടെ സന്തോഷം, നിങ്ങളുടെ ഹാപ്പിനെസ് ആരുടെ കയ്യിലാണുള്ളത്? ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ ഹാപ്പിനെസ് ആരുടെ കയ്യിലാണ്? അല്ലെങ്കിൽ എന്റെ ഹാപ്പിനെസ് ആരുടെ കയ്യിലാണ്? എനിക്ക് കുറെ പണം കിട്ടിയ ഹാപ്പിനെസ് ആവും, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് കുറെ നല്ല വ്യക്തി ഹാപ്പി ആവും? നിങ്ങൾ പറയൂ, കമന്റ് ചെയ്യുക ആൾക്കാർ. നിങ്ങൾ അതാണ് നിങ്ങൾക്ക് അതാണ് അങ്ങനെയാണ് ജീവിക്കേണ്ടത്? അതൊരു ജീവിതമാണോ? പറയൂ നോക്കട്ടെ. ഹാപ്പി ആവും അല്ലെ? ആ ഹാപ്പി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സന്തോഷം തരുമോ? ഉറപ്പുണ്ടോ തരുമെന്നുള്ളത്? അതെ, അങ്ങനെയാണ്. കാരണം നമ്മള് ഒരിക്കലും ചിന്തിക്കരുത് എന്റെ ജീവിതത്തിലേക്ക് ആ വ്യക്തി വന്ന് ഹാപ്പി ആവുമെന്ന് ചിന്തിക്കരുത്, ആ പണം വന്ന് ഹാപ്പി എന്ന് വിചാരിക്കരുത്. അതൊരു എംപ്റ്റി ആണ്. കാരണം ഞാൻ എന്ന വ്യക്തി, ജയപ്രകാശ് എന്ന വ്യക്തി, ജെപി എന്ന വ്യക്തി ഹാപ്പി ആവണമെങ്കിൽ ആ വ്യക്തി വരണം, അല്ലെങ്കിൽ ഇത്ര പണം വരണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് എനിക്ക് വേണ്ടി ജീവിച്ചു. അപ്പൊ ഞാൻ അങ്ങനെയല്ല. നമുക്ക് ഓൾറെഡി ഞാൻ ഹാപ്പി ആണെന്ന് കാണാൻ ശ്രമിക്കാം. അല്ലാതെ ഒരു വ്യക്തി വന്ന് തന്നെ ഹാപ്പി ആവും, അതൊരു നിങ്ങൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ മാറും. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളെല്ലാമാണ്. നിങ്ങളൊരു പ്യുവർ വ്യക്തിയാണ്, നിങ്ങളൊരു പെർഫെക്റ്റ് ആണ്, പവർഫുൾ ആണെന്ന് പറയാം. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഓൾറെഡി ഉണ്ടെന്ന് പറയാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കറക്റ്റ് ആയിട്ട് പൊക്കോളൂ. നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഹാപ്പി മാറും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കൂടെ ഉണ്ട്, ഇന്ന് ആകച്ച വ്യക്തി കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട പണം നിങ്ങളുടെ കയ്യിലുണ്ട്. അത് വന്നിട്ട് മാത്രം നിങ്ങൾക്ക് ഹാപ്പി ഒന്നല്ല പറയേണ്ടത്. ആ പണം നിങ്ങളുടെ കയ്യിലുണ്ട്, ആ വ്യക്തി നിങ്ങളെ കൂടെ ഉണ്ടെന്ന് പറയാൻ ശ്രമിക്കാം. അങ്ങനെ ജീവിക്കേണ്ടത് നമ്മള്. അല്ലാതെ നമ്മൾ കുറെ അവർ വന്ന ഹാപ്പിയാവും, അത് ആ തെറ്റായ കാര്യം നമ്മൾ ചിന്തിക്കായി പോലും വേണ്ട. അത് നെഗറ്റീവാണ്. നമ്മളെ അത്രയും ഡൗൺഫോളിലേക്ക് കൊണ്ടുപോകുള്ളൂ, അവർക്ക് നമ്മൾ ഉയർത്തുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ ആ വ്യക്തി വന്നു, നിങ്ങൾ വീണ്ടും പഴയ സിറ്റുവേഷനിലേക്ക് പോയി. അപ്പൊ ആ വ്യക്തി പോകുമ്പോൾ നിങ്ങൾ പിന്നെയും വരും, ജെപി സാറേ ആ വ്യക്തി പോയി, ഞാൻ ഇങ്ങനെയായി, എനിക്കിങ്ങനെ ലൈഫ് ഇങ്ങനെ പോയി, എനിക്ക് ആ വ്യക്തി ഞാൻ വിഷമത്തിലാണെന്നൊക്കെ പറയാം, ഡിപ്രഷനായി പോയി, അങ്ങനെയായി മാറും. അതല്ല വേണ്ടത്. ഓൾറെഡി നിങ്ങൾക്ക് ആൾ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഹാപ്പിയാന്ന് പറയാം. അതിന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അഫർമേഷൻ പറയുക. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ നന്ദി നമുക്ക് എപ്പോഴും ഉള്ളതേ നോക്കുമ്പോണ്ടല്ലോ, നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഉള്ള കാര്യത്തിൽ നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാക്കും. ഇനി പലർക്കും വരുന്ന നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇത് നടക്കുന്നില്ലല്ലോ, കുറെ ആയി ക്ലാസ്സിൽ വന്നിട്ട്, കുറെ ആയി ഇങ്ങനെ വന്ന് പോകുന്നു, പൈസ കൊടുത്ത് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ആയി, പക്ഷെ ഒന്നും വർക്ക് ആവുന്നില്ല പറയും. ചിലപ്പോ കുറച്ചു ദിവസം എനിക്ക് വർക്കായിരിക്കും, അപ്പോഴേക്കും നിങ്ങൾ നിർത്തിപ്പോവും. ആ നിർത്തിപ്പോക്കില്ലേ, അവിടെയാണ് നിങ്ങൾ തോറ്റു പോകുന്നത്. നിർത്തരുത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, പോസിറ്റീവ് ആവണമെങ്കിൽ
നിങ്ങൾ ഓൾറെഡി സന്തോഷവാനാണ്, ഓൾറെഡി റിച്ച് ആണ്, ഓൾറെഡി നല്ല ബന്ധത്തിലുള്ള ആളാണ്, ഓൾറെഡി ആരോഗ്യവാനാണ്, ഓൾറെഡി പവർഫുൾ ആണ്. ഇത് നിങ്ങൾ എന്നും കാണാം. ഇനിയിപ്പോ അവര് വന്ന ഹാപ്പിയാവും ഇവര് വന്ന ഹാപ്പിയാവും എന്ന് പറയാതിരിക്കാം. അതൊരു ബാഡ് കാര്യമാണത്. അങ്ങനെ നമുക്ക് വേണ്ട. ഇനി ആ സംഭവം നിങ്ങൾ വിട്ടേക്കിട്ട് അത് ആ മൈൻഡ് സെറ്റ് മാറ്റണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ഞാനാണ് പ്രധാനം എപ്പോഴും പറയാറില്ല നമ്മൾ, എനിക്ക് ഞാനാണ് പ്രധാനം. അതിൽ കൂടുതൽ വേറെ ആരും പ്രധാനം ചെയ്യരുത്. നമ്മൾ എപ്പോഴും സ്നേഹിക്കണം നമ്മൾ തന്നെയാണ്. ആരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്? നിങ്ങളൊരു എത്ര പേര് പറഞ്ഞു? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെ പറയാ? നിങ്ങൾ പറയും എന്റെ മാതാപിതാക്കളാണ്, മക്കളാണെന്നൊക്കെ പറയും. പക്ഷെ അതല്ല സ്നേഹം. നിങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വേറെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു സെൽഫി എടുത്തു, ഒരു 10 പേരുണ്ട്. ആ സെൽഫിയിൽ നിങ്ങൾ ആദ്യം നോക്കുന്ന ഫോട്ടോ ആരായിരിക്കും? മക്കളുടെ ഫോട്ടോ നോക്കാം, അതോ നിങ്ങളുടെ അമ്മമാരെ അച്ഛന്മാരെ ഫോട്ടോ നോക്കും? നമ്മൾ എപ്പോഴും നോക്കുന്നത് നമ്മളുടെ ഫോട്ടോ നോക്കും, അല്ലേ? ആണോ? അല്ലേ? യെസ്, നമ്മളെ ഫോട്ടോ നമ്മൾ നോക്കുള്ളൂ, വേറെ ഫോട്ടോ നമ്മൾ നോക്കൂല. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു, ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് നമ്മുടെ ഫോട്ടോ എടുക്കും, നോക്കും, അത് തന്നെയാ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഇങ്ങനെ പറയില്ല നമ്മള്. ഇതാണ് നമ്മൾ ചെയ്യുക, അല്ലാതെ നമ്മൾ വേറെ ഫോട്ടോ നോക്കുന്ന അവിടെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുക നമ്മൾ തന്നെയാണ്. പലരും പറയുന്നതാണ്. അപ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, നിങ്ങളെ കെയർ ചെയ്യുക, നിങ്ങളെ ഡെവലപ്പ് ചെയ്യുക, നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളുടെ കഴിവുകളെ വളർത്തുക, എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ നോക്കിയിട്ട് അവർ വന്നാൽ നമ്മൾ ഇതായി മാറുമെന്ന് പറയാതെ, ഞാൻ ഓൾറെഡി സന്തോഷവാനാണ്, എൻ്റെ ലൈഫ് ഭയങ്കര മാറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക എന്ന് പറയാം. നിങ്ങൾ മാറും. ഇങ്ങനെ ചെയ്തു വരുമ്പോണ്ടല്ലോ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നല്ല വ്യക്തികൾ വരും, നല്ല വ്യക്തികള്, സാഹചര്യങ്ങള്, സംഭവങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് പണവും വരും. ഈ പണത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എല്ലാവർക്കും പണം വരും, പക്ഷെ ലോട്ട് ഓഫ് മണി അത് വരുന്നത് കുറച്ചൊക്കെ മതി വരുള്ളൂ. അത് കാരണം ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. നിങ്ങൾ ആ മൈൻഡ് സെറ്റായി മാറാം. നിങ്ങൾ ഓൾറെഡി പണക്കാരനാണ് എന്ന് കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് പറഞ്ഞിരുന്നത്.